വെൽക്കം ടു സിനി പീഡിക. 2024 ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ സൈത്താൻ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഏറ്റവും പുതിയൊരു സിനിമയാണ് മാ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കാജൽ ആണ് മെയിൻ റോളൊക്കെ ചെയ്തിരിക്കുന്നത്, അജയ് ദേവഗണാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്, ജിയോ സ്റ്റുഡിയോസും കൂടി ചേർന്നിട്ടാണ് ഇത് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഒരു ഹൊറർ ഫിക്ഷൻ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമ എന്നുള്ള ലെവലിൽ തന്നെയാണ് ചിത്രം റിലീസായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി റിലീസായ സമയത്ത് അതെല്ലാം പക്ക ഒരു ഹൊറർ ജോണറിനെ ആസ്പദമാക്കിയുള്ള ഒരു കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ആ സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കഴിഞ്ഞ ആഴ്ചയാണ് പടം റിലീസായത്. എന്നാലും ആ ഒരു സൈത്താൻ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സിനിമ എനിക്ക് വർക്കായ ഒരു സിനിമയും കൂടിയായിരുന്നു. സോ ആ ഒരു യൂണിവേഴ്സിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് മാ എന്ന് പറയുന്ന സിനിമ കാണാൻ ചെന്നത്. സിനിമ എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ മാ സിനിമ എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉള്ളൊരു അസുരനെ പറ്റി പറയാറുണ്ട്. പുള്ളിയുടെ ദേഹം മുറിഞ്ഞു കഴിഞ്ഞാൽ, രക്തം നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്നും 1000 അസുരന്മാർ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നൊരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ കൊന്നത്, ആ അസുരനെ വധിച്ചത് മഹാകാളിയാണ്. അപ്പോൾ കാളിദേവിയുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അറിയാം ആ അസുരൻ്റെ തല അറുത്ത് പിടിച്ച് നിൽക്കുന്നൊരു സ്ട്രക്ചറിലാണ് നിൽക്കാറ്. അപ്പോൾ സോ അതാണ് ബേസിക് സ്റ്റോറി. ഈ അസുരൻ്റെ ദേഹത്തു നിന്ന് തെറിച്ച ഒരു രക്തം വന്ന് വീണ ഒരു സ്ഥലമുണ്ട്. അവിടെ മറ്റൊരു അസുരനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നാട്ടുകാരിയ്ക്കുകയും തുടർന്ന് അവിടെ നടക്കുന്ന കുറേ സംഭവ വികാസമായ കുറേ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി എത്തിച്ചേരുന്ന നായികയുടെയും മകളുടെയും എന്ന് വെച്ചാൽ അമ്മ ആണല്ലോ. മാ എന്ന് പറയുമ്പം അമ്മ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതിൽ അമ്മ എന്നൊരു സെൻറ്റിമെൻസും ഉണ്ട്. അതുപോലെ തന്നെ മഹാകാളി ദേവി എന്നുള്ളൊരു സങ്കല്പവും കൂട്ടി ചേർത്തിട്ടാണ് മാ എന്നുള്ളൊരു പേര് തന്നെ വന്നിരിക്കുന്നത്. സോ അതിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു, തുടർന്ന് അവരെങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമ ബേസിക്കായിട്ട് പറയാൻ നോക്കിയിരിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു തിയേറ്റർ വാച്ചിൽ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷനൊക്കെ തരുന്ന, എന്നാൽ ഒരുപാട് പോരായ്മകൾ സിനിമയിലുണ്ട് താനും. അതാണ് ഏറ്റവും വലിയൊരു രസം. ഇതൊരു ഹൊറർ സിനിമ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇതൊരു ഫാൻറ്റസി സിനിമ എന്ന് പറയുന്നതായിരിക്കും എനിക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഹൊറർ എന്ന് പറയുന്നൊരു സാധനത്തിന് ജംസ്കെയറി വെച്ചിട്ട് 2-3 ഇടത്ത് സൗണ്ട് കൊണ്ടും ഒന്ന് ഞെട്ടിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും സെക്കൻഡ് ഹാഫിലേക്കോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അടുത്തൊരു സമയത്തെ ഇതിൻ്റെ ആ പേടി എന്ന് പറയുന്നൊരു സാധനം പോയി. എസ്പെഷ്യലി നമ്മുടെ വില്ലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പേടി എന്ന് പറയുന്നൊരു സാധനമില്ല. സൈത്താൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടു നോക്കൂ. ഗംഭീരമായിട്ട് ആ ഒരു വില്ലൻ ക്യാരക്ടറിനെ അവർ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. മാധവനാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. ആ മാധവൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പുള്ളിയുടെ നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ നമുക്ക് ആ ഒരു പേടി ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ വില്ലനെ റിവീൽ ചെയ്തിട്ട് പോലും നമുക്കൊരു ഇവനാണിത് വില്ലൻ എന്നുള്ള ചിന്തയൊന്നും വരാതെ ഒരു ട്വിസ്റ്റായിട്ടാണ് അവർ വെച്ചതെങ്കിൽ കൂടി നമുക്ക് വലിയൊരു വാവ് ഫാക്ടർ ഒന്നും തോന്നാത്ത രീതിയിലാണ് ഇതിനെ നമുക്ക് ഫീൽ ചെയ്യുക. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു VFX വർക്കും കാര്യങ്ങളൊക്കെ പലയിടത്തും പോരായ്മയായിട്ട് ഒരുപാട് കല്ലേടിയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കാണുന്ന പല സീനുകളും നമ്മൾ ഈവിൾ ഡെഡ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ കണ്ടുപോയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൂടാതെ ഗ്രൂട്ട്, നമ്മുടെ അവഞ്ചേഴ്സിനകത്തെ ഗ്രൂട്ടിൻ്റെ മറ്റേ വേരിൻ്റെ പരിപാടി, ഈ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പിടിച്ചിരിക്കുന്നത്. സോ അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ പോയതും ഒരു വലിയൊരു ഡ്രോബാക്കാണ്. എന്നാൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഈ ട്രാൻസിഷൻസ്, അതുപോലെ തന്നെ ടുവേഡ്സ് ദ ക്ലൈമാക്സ് കാജലിൻ്റെ മറ്റൊരു വേർഷൻ കാണാൻ സാധിക്കും. അതൊക്കെ എന്ന് പറയുന്നത് കാജലിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് സൂപ്പറായിട്ട് അവർ പോർട്രേറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ നമ്മളെ എടുത്ത് വെച്ച് മുമ്പിൽ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ പടം നമുക്ക് തിയേറ്ററിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ബട്ട് ഇതൊരു ഗംഭീര സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. ഇത് കൊള്ളാവുന്ന സിനിമയാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ സാധിക്കുന്നൊരു പടമാണ്. കുറേ വലിയൊരു ക്രൗഡ് ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഭയങ്കര കൈയടിച്ച് ചിരിച്ച് കാണുവാണെങ്കിൽ നല്ല രസമുള്ള ഒരു പടമായിരിക്കും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ ആ ഒരു യൂണിവേഴ്സിലേക്ക് എങ്ങനെ കടന്നു വരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഞാനൊരു പ്രതീക്ഷിച്ച ഒരു കണക്ഷൻ അല്ല ഇതിന് കൊടുത്തത്. സോ അതിലെനിക്കൊരു നിരാശയുണ്ട്. ഞാൻ വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അറിയില്ല. ഇപ്പം എല്ലാം യൂണിവേഴ്സിൻ്റെ കളിയാണല്ലോ, അതുകൊണ്ട് അറിയത്തില്ല ഈ സിനിമ ഇനിയിപ്പോൾ അടുത്ത ഏത് പടം വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് സീ. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ
കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.